ഇന്ന് പെരിയ ടൊയോട്ട ഷോറൂമിലേക്ക് പോവാണ്. അവിടെ ഒരു കൂട്ടുകാരനെ വണ്ടി സർവീസിന് കൊണ്ടുപോയിട്ടുണ്ട്. അവനെ പിക്ക് ചെയ്യാൻ പോകണം. അവന് റെയിൻ കോട്ട് എടുത്തിട്ടില്ല, വിട്ടുപോയി. അപ്പോഴൊന്നും മഴയില്ലായിരുന്നു, ഇപ്പോഴാണ് മഴ പെയ്യുന്നത്. ഇതെന്താ റോഡിൻ്റെ നടുവിൽ 10 മണി ഇതൊന്നും റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ റോഡ് ഈ ഭാഗം എത്ര പണിയെടുത്താലും നേരാവില്ല. അത് നേരെ പണിയെടുക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പണിയെടുത്ത് നേരാവാത്തത് കൊണ്ടാണോ എന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. ഇത് കഷ്ടമാണല്ലേ. എടാ പൈസ മുക്കുന്നതിനൊരു കണക്കൊക്കെ വെക്കണ്ട. മര്യാദക്ക് റോഡൊക്കെ നേരാക്കിയിട്ട് കുറച്ച് മുക്കിക്കോ. മുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല റോഡ് ഉണ്ടാക്കിയിട്ട് അത് കുറച്ചെടുത്തോ. ഇത് ഫുള്ളെടുത്തിട്ട് കുറച്ച് റോഡിന് ചിലവാക്കുന്നത് കണ്ടിത്തരല്ലേ. ഇപ്പം ഇങ്ങനെ ചാറ്റൽ മഴ വരുന്നുണ്ട്. ഒരു 10-20 കിലോമീറ്ററോളം ഓടാനുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ പണിയാവും. മഴത്തുള്ളി കൊണ്ടാൽ തന്നെ ഡിസ്പ്ലേ പോകുന്ന ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. മഴ ഇങ്ങനെ വലുതാകുമ്പോഴേക്കും എവിടെയെങ്കിലും സൈഡാവണം, ഇല്ലെങ്കിൽ പിന്നെ പണി പാളും. സ്പെക്ക് യൂസ് ആക്കുന്ന പ്രശ്നം, ഈ കാഴ്ച കുറവ് സ്പെക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ മഴ പെയ്യുമ്പോഴേക്ക് മഴത്തുള്ളി വന്നിട്ട് ഈ കണ്ണാടിയിൽ നിൽക്കും. രാവിലെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ രാത്രിയൊക്കെ ആകുമ്പോഴേക്കില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളിലൊക്കെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ അടുത്ത് മദ്രസേൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴേക്കില്ലേ ഭയങ്കര പേടി. കാരണം കുട്ടികൾ നോക്കാതെ റോഡിലേക്ക് ഒറ്റ മുറിച്ചെടുക്കലാണ്. അതിങ്ങനെ കുറച്ച് വലിയ ചെക്കന്മാരായതുകൊണ്ട് ബോധം ഉണ്ടാവും നിൽക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര പേടിയാണ്. മദ്രസ വിടുന്ന സമയത്ത്, സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ് സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ ഭയങ്കര പേടിയാണ്. നമ്മൾ സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതായിരത്തം കയറുന്നുണ്ട് അവിടെ. ഓക്കെ, താങ്ക് യു ബ്രോ. ഇവിടെ 2 ഷോറൂമുണ്ട്. ഇവിടെ ഒരു ഹോണ്ട ഷോറൂമും ഇവിടെ TVSൻ്റെ ഷോറൂമും. ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. എൻ്റെ ക്യാമറ ചാർജ് ഇല്ല. എൻ്റെ ബൈക്കിൻ്റെ ടയറ് കുറച്ച് മോശം അവസ്ഥയിലുള്ളത്. എൻ്റെ എടുക്കൽ കുറവാണ്. പിന്നെ നല്ല പെരും മഴ ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഞാൻ തീരെ എടുക്കാറേ ഇല്ല. ഇപ്പം ഇത് സർവീസ് സെൻ്ററിലുള്ള കൂട്ടുകാരൻ പറഞ്ഞില്ലേ, ആ കൂട്ടുകാരൻ്റെ വണ്ടി കൊണ്ടാണ് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. വണ്ടി കൊണ്ട് പുറത്തിറങ്ങാത്തതുകൊണ്ട് ക്യാമറ ചാർജ് ഉണ്ടോ ഇല്ലെന്ന് ശ്രദ്ധിച്ചിട്ടുമില്ല. കുറച്ച് ചാർജേ ഉള്ളൂ. ബാറ്ററി ലൈഫൊക്കെ കണക്ക് തന്നെയാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററിയാണ് ഉള്ളത്, ഗോപ്രോൻ്റെ ഒറിജിനൽ അല്ല. അപ്പോൾ ഉള്ളത്ര യൂസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ട് കാണുന്നുണ്ട് ഒരു വൺ സൈഡ്. ഇത് ഇന്നലെ ഇവിടുന്ന് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞിട്ട് ഇങ്ങോട്ട് വീണ്. എന്നിട്ട് എന്തോ ഒരു കാറിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വീണ്. കാറിൻ്റെ ഫ്രണ്ട് ഏകദേശം ഒരു പകുതിയും എൻ്റെ ബമ്പർ വണ്ടിയോടെ കാണുന്നില്ല. ഒരു ഇന്നോവ ക്രസ്റ്റാണ്. ആ വണ്ടിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. അവിടെ ഇപ്പോഴും മണ്ണ് അങ്ങനെ തന്നെ ഉണ്ട്. അത് എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ നടപടി എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല. അവർ റോഡ് തൽക്കാലം അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതുപോലെ ചെർക്കള തെക്കിൽ റോഡുണ്ട്. പൊന്നു കഴിഞ്ഞ വർഷവും അവിടെ ഉണ്ടായ അവസ്ഥയൊക്കെ പറയാതിരിക്കുക നല്ലത്. ഈ ഞാൻ ഡ്രൈവ് ആയിക്കൊണ്ടിരിക്കുന്ന യൂണിക്കോണ് 2017 അവസാനം അല്ലെങ്കിൽ 2018 സ്റ്റാർട്ടിങ് എന്തോ ആണ്. എൻ്റെ വണ്ടി 2011 ലാസ്റ്റ് വണ്ടിയാണ്. അത് രണ്ടും തമ്മിൽ ഡിഫറെൻ്റ് എന്ന് വെച്ചാലേ, ഭയങ്കര ഡിഫറെൻ്റ് എന്ന് വെച്ചാലേ, ആ യൂണിക്കോൺ ഓട്ടിയിട്ട് ഇപ്പോഴുള്ള വണ്ടിയിലേക്ക് ഇരുന്നാൽ, അഥവാ ഒരു 17 ശേഷമുള്ള വണ്ടി യൂണിക്കോൺ ഓട്ടുന്നെങ്കിൽ ഒരു കുതിരൻ്റെ മുകളിലിരിക്കുന്ന ഒരിക്കലും കുറച്ച് ഒരു ഹൈറ്റ് കൂടുതലാണ്. എൻ്റെ അടുത്തുള്ള ആ 11 മോഡൽ യൂണിക്കോണിനൊക്കെ, മുമ്പത്തെ യൂണിക്കോണിനൊക്കെ ഹൈറ്റ് കുറവാണ്. എന്ന് വെച്ചാൽ വണ്ടി ഹൈറ്റ് ഉണ്ട്, പക്ഷേ ഇരിക്കുന്ന പൊസിഷനില്ലേ ഈ ഡ്രൈവിംഗ് സീറ്റ് അത് കുറച്ച് താന്നിട്ടാണ്. അപ്പോൾ ഒരു കുണ്ടിലിരുന്നിട്ട് ഓട്ടുന്ന ഫീൽ, അത് നല്ല സുഖമാണ്. പക്ഷെ ഇതെന്തോ എപ്പോഴും ആ വണ്ടി യൂസ് ചെയ്തിട്ട് ഒരു പുതിയ മോഡൽ യൂണിക്കോൺ എടുക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണമാണ് അനുഭവപ്പെടാറുണ്ട്. ഇനി പഴയ മോഡൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിലേക്ക് മാറുമ്പോൾ, ഇത് ഓട്ടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ പറയാം. എനിക്കെന്തായാലും ആ ബുദ്ധിമുട്ട് നല്ലോണം ഫീൽ ആവുന്നുണ്ട്. ആ ഒരു സുഖം കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. മേൽപ്പറമ്പ് എത്തിയിട്ടേ ഉള്ളൂ. കൂട്ടുകാരൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്, സർവീസ് സെൻ്ററിൽ അവിടെ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. മഴയാണ്, പിന്നെ സ്ലിപ്പറി റോഡാണ്, റോഡിലൊക്കെ വെള്ളമാണ്. സാവധാനം പോകുന്നത് സാറില്ല, കുറച്ച് കാത്തിരുന്നോളൂ. ഒന്നുമില്ലേ വേണ്ട. ഇനി ഞാനതിനെ പിടിക്കാൻ പോയിട്ട് വേറെ വണ്ടി എൻ്റെ മുന്നിലേക്ക് ഒന്ന് വേണ്ട ഞാൻ പോട്ട്. ഒരു കർണാടക വണ്ടിയാണ്, വടക്കൂസ്. എന്നാലും മിനിമം ഒരു ഇൻഡിക്കേറ്ററും കിട്ടൂട്ടാ. എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ യൂണിക്കോണ് 2 മാസം കഴിഞ്ഞാൽ 15 വർഷമാവും. അപ്പോൾ അത് റിന്യൂവലിന് ഇടണം. അപ്പോൾ E20 ഒക്കെ വന്നത് കൊണ്ട് ഞാൻ ആ വണ്ടി ഒഴിവാക്കിയിട്ട് മറ്റൊരു വണ്ടി ഏതെങ്കിലും നോക്കുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ ആ വണ്ടി തന്നെ പുതുക്കിയെടുക്കുന്നതാണോ നല്ലത്? നിങ്ങൾ പറ. അത്യാവശ്യം ആ യൂണിക്കോണ് അറൗണ്ട് 2 ലാഖിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്, നല്ല ഓട്ടോ ഓടിയിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ പലരും പറയുന്നുണ്ട് ആ വണ്ടി കൊടുക്കുക എന്നിട്ട് വേറെ എന്തെങ്കിലും എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇല്ലേ, എന്തോ ഇമോഷണലി അതങ്ങനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല.
പിന്നെ മാത്രമല്ല നിലവിലത്തെ സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു വണ്ടിക്ക് ഡൗൺ പേയ്മെൻ്റ് ഇട്ട് മാസം EMI എടുക്കുന്നത് നിലവിലെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് പോസിബിളും അല്ല. അപ്പോൾ ഇനിയിപ്പോൾ റിന്യൂവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും മൊത്തത്തിൽ പണിയെടുക്കുമ്പോൾ ഒരു 25,000 രൂപ മിനിമം അതിനെന്തായാലും ചിലവുണ്ട്, അത് വേറെ കഥ. അപ്പോൾ ഒന്നുകിൽ ആ ഒരു 25,000 പ്ലസ് ചിലവാക്കിയിട്ട് വണ്ടി പുതുക്കിയെടുക്കണം, അതല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് ഇട്ടിട്ട് ഒരു പുതിയൊരു വണ്ടി ഇറക്കണം. അപ്പോൾ ഞാൻ ആകെ ഡബിൾ മൈൻഡിലുള്ളത്. അപ്പോൾ എന്താണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നുണ്ട്. എൻ്റെ വണ്ടി 2011 മോഡൽ യൂണിക്കോൺ ആണ്. 2011 മോഡൽ യൂണിക്കോൺ. ഞാൻ കൺഫ്യൂഷനിലാണ്. അപ്പോൾ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പിന്നെ മറ്റൊരു കാര്യം, ഇനി ഇൻഷാ അല്ലാഹ് ആ വണ്ടി റിന്യൂവൽ ചെയ്ത് ക്യാഷ് മുടക്കി പുതുക്കി എടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു ലോങ് ഈ കശ്മീർ അതിലടിക്കണം, ഒരു ലഡാക്ക് അടിക്കണമൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പറ്റുമല്ലോ ഒന്നും അറിയില്ല, എന്തായാലും ചെയ്യണം. എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ ക്യാഷ് കൊടുക്കുന്നതിന് മുതലാക്കണം എന്ന്.